ബോച്ചെ എല്ലാവർക്കും അറിയാം അല്ലേ? ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂരിന്റെ ഫിജി കാർട്ടാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഫിജി കാർട്ട് തട്ടിപ്പാണോ അതോ ഒരു ജെന്യുവൻ പ്ലാറ്റ്ഫോം ആണോ? എല്ലാവർക്കും അറിയാം, ഇ കൊമേഴ്സ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സംരംഭം നമ്മുടെയൊക്കെ നാട്ടിൽ വന്നിട്ട് ഒരുപാട് കാലമായി. ആംവേ, RMP, അങ്ങനെ നിരവധി കമ്പനികൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരുപാട് ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ അതിലേക്ക് ഭാഗമാവുകയും ഞാൻ ഉൾപ്പെടെ കുറേ നാളൊക്കെ വർക്ക് ചെയ്തു. കുറച്ച് കാശൊക്കെ കിട്ടി. പിന്നെ നമുക്ക് ഈ ഒരു പരിപാടി പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ, പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനത് വിട്ടു. ഞാൻ പറഞ്ഞു വന്നത്, പല ആൾക്കാരും ഈ ബിസിനസ് എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാതെ ഇതിലേക്ക് ചാടി ഇറങ്ങും. നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും വന്ന് പറയുന്നതിന്റെ പേരിൽ നീ ഇതിൽ ജോയിൻ ചെയ്താൽ അടുത്ത ദിവസം മുതൽ കാശ് അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പല ആൾക്കാരും നമ്മളിതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചില ആൾക്കാർ കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങും, ചില ആൾക്കാർ ഈ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധമോ വന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇറങ്ങും. അങ്ങനെയാണ് പല ആൾക്കാരും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷേ ഇവര് ജോയിൻ ചെയ്യും, ചിലപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കുമായിരിക്കും. അതിനുശേഷം ശരിയായ പ്ലാനിങ് ഇല്ലാതെ പ്രവർത്തിക്കാതെ ഇവർക്ക് കാശ് വരാതെ ആകുമ്പോൾ ഇവർ ആ കമ്പനിയെ കുറ്റം പറയും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പല പല കമ്പനികളെയും കുറ്റം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് മണി ചെയിൻ ആണ്, ഇത് ആളെ ചേർക്കുന്ന പരിപാടിയാണ്. പക്ഷേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് ശരിക്കും പഠിച്ചവരാരും അങ്ങനെ പറയില്ല. ഉദാഹരണത്തിന് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഉൽപാദകരിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ സാധനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതായത് ഞാനിപ്പോൾ അരി ഉൽപ്പാദിപ്പിക്കുന്നു, എനിക്ക് വയലുണ്ട്, നെൽകൃഷിയുണ്ട്, അവിടെ ഞാൻ അരി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സാധനം ഒരുപാട് കൈകൾ മറിഞ്ഞിട്ടാണ്, ഒരുപാട് ഇടനിലക്കാരുടെ കൈകൾ മറിഞ്ഞിട്ടാണ് ഉപഭോക്താവായ അല്ലെങ്കിൽ കസ്റ്റമറുടെ കയ്യിലേക്ക് സാധനം എത്തുന്നത്. അപ്പോൾ 10 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്ന സാധനം കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് 100 രൂപയായിട്ട് മാറുന്നു. അപ്പോൾ ബാക്കിയുള്ള 90 രൂപയും പോകുന്നത് ഈ ഇടനിലക്കാരുടെ കൈകളിലേക്കാണ്. പക്ഷേ ഇവിടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ചെയ്യുന്നത് ഉൽപാദകരിൽ നിന്ന് സാധനങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്തിട്ട് അത് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് പോകുന്നു. ഇതിനകത്ത് ഇടനിലക്കാരായിട്ട് നിൽക്കുന്നത് കസ്റ്റമേഴ്സ് തന്നെയാണ്. ഇതാണ് നോർമലി മൾട്ടി ലെവൽ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ പല ആൾക്കാരും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണി ചെയിൻ ആണ്, ആളെ ചേർക്കുന്ന പരിപാടിയാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് വളരെയധികം വിമർശിക്കാറുണ്ട്. ഇവിടെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചേച്ചി ഫിജി കാർട്ടിൽ ജോയിൻ ചെയ്തിട്ട് 2 വർഷമായിട്ട് അവർക്ക് അങ്ങനെ ഇൻകം ഒന്നും കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് കുറെ അധികം സാധനങ്ങൾ ആരോ അടിച്ചേൽപ്പിച്ചിട്ട് പോയി, അത് ഉപയോഗിക്കാൻ പോലും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിമർശിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതൊക്കെ ശരിയാണോ? പക്ഷേ അതിനുശേഷം ഞാനിപ്പോൾ ശരിക്കും പറയുന്ന ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ ബോച്ചെ എന്ന് പറയുന്ന ആ വ്യക്തിനെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. കാരണം സാധാരണ കമ്പനികളിൽ ആരെങ്കിലും ഇതുപോലെ പരാതിയുമായിട്ട് വന്നാൽ ഒരു പക്ഷേ ആ വ്യക്തിനെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യിച്ച വ്യക്തിയോ ആ സുഹൃത്ത് ഉൾപ്പെടുന്ന ടീം ലീഡേഴ്സോ ആയിരിക്കും അതിലിടപെട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാനോ ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ കമ്പനിയുടെ MD തന്നെ അല്ലെങ്കിൽ ഈ കമ്പനി കൊണ്ടുവന്ന വ്യക്തി തന്നെ ഇതിലേക്ക് ഇറങ്ങി ആ സംശയം തീർക്കാൻ വേണ്ടി വിത്ത് പ്രൂഫ് അദ്ദേഹം വെക്കുന്നു. ആ ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ബോച്ചെ. പക്ഷെ ഇവിടെ ഈ ചേച്ചിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങൾ, അതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം ആ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ, വലിയൊരു ലെങ്ത് ഉള്ള വീഡിയോ ആണ്, കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ബോബി സാറിന്റെ ബിസിനസ് എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇതുപോലെ കുറെ ചേച്ചിമാര് വരും, രഞ്ജും അങ്ങനെ സമീല എന്നൊക്കെ പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ വരും. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഇതിൽ കയറി പറ്റിച്ച് നിങ്ങൾ പറ്റിപ്പില്ലേ? നിങ്ങൾക്ക് കുടുംബം നോക്കണമെന്നുള്ളവരും രക്ഷപ്പെടണം എന്നുള്ളവരാണെങ്കിൽ ഇത് നിർത്തലാക്കണം നിങ്ങൾ. കാരണം ഇത് സാർ അറിഞ്ഞുകൊണ്ടാണ് അറിയാതെ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സാറിന്റെ പേരും പറഞ്ഞാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ പറ്റിച്ചു. എന്റെ ചാച്ചിനെയാണ് ഇതിലോട്ട് എന്റെ അമ്മ പറഞ്ഞ ഒരാൾ വന്ന് ചേർത്ത് എന്റെ ചാച്ചിനെ ഇതിലോട്ട് ചേർത്ത് ചാച്ചിക്ക് 1.5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എടുത്ത് കുറെ ജ്യൂസും കുറെ പേസ്റ്റും ഉപയോഗമില്ലാത്ത ഉപയോഗ സാധനം എന്ന് പറഞ്ഞാണ് എടുപ്പിച്ചത്. നാട്ടുകാർ അത്രയും വന്ന് എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഫോണിലൂടെ വിളിച്ച് എന്നും വഴക്കാണ്. അവരെ കുറിച്ച് ഞാൻ ഇതിലോട്ട് ചേർത്ത്. ഓക്കെ, അപ്പൊ ഈ ചേച്ചി പറയുന്ന കാര്യങ്ങൾ, ചേച്ചിയെ 1-2 സ്ത്രീകൾ വന്നിട്ട് ഇതിലേക്ക് ചേർത്തു,
കുറെ സാധനങ്ങൾ കൊടുത്തിട്ട് പൈസ കൊടുത്തു, ചേർത്തു, 2 വർഷമായി ആ സാധനങ്ങൾ ദേ ഇവിടെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി സംസാരിക്കുന്നത്. എനിക്കിതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ചേച്ചി ഈ ബിസിനസ് എന്താണെന്നോ, അതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ഫിജി കാർഡ് എംപ്ലോയി അല്ല, ഞാനൊരു ഫിജി കാർഡ് പ്രവർത്തകനല്ല. ഞാൻ ഈ കാര്യം കണ്ടപ്പോൾ ഞാൻ പ്രവർത്തിച്ചിരുന്നൊരു മേഖല, അപ്പോൾ ആ ഒരു മേഖലയെക്കുറിച്ച് ഒരാളല്ലാണ്ട് ഈ ചേച്ചി മാത്രമല്ല, ഒരുപാട് പേര് ചിലപ്പോൾ മോശമാണ് എന്ന് പറയുന്നുണ്ടാവും. കാരണം വിജയിച്ചവരെല്ലായ്പ്പോഴും വിജയിച്ച കഥകൾ മാത്രമേ പറയുള്ളൂ, പരാജയപ്പെട്ടവരെല്ലായ്പ്പോഴും പരാജയപ്പെട്ടതിന്റെ കഥയും. അപ്പോൾ വിജയിച്ചവരെക്കാൾ കൂടുതൽ ഏത് മേഖലയിലും പരാജയപ്പെട്ടവരായിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഈ ചേച്ചി ശരിക്കും ഈ ബിസിനസ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിന് ഇറങ്ങിയാൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുന്നോ ഒന്നും മനസ്സിലാക്കിയിട്ടായിരിക്കില്ല ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. കൂടെ വന്നവർ പറഞ്ഞു, ചേച്ചി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർന്നാൽ അടുത്ത ആഴ്ച തൊട്ട് പൈസ കിട്ടും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ചേച്ചി ഇതിലേക്ക് ജോയിൻ ചെയ്തത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, 2 വർഷമായി ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇന്നും ആ സാധനങ്ങൾ ഉപയോഗിച്ച് തീർന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികത എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊന്നും പോകുന്നില്ല, കാരണം ചേച്ചിയുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. പിന്നെ ഇതിനകത്ത് ജ്യൂസുകളാണ് ചേച്ചി കാണിക്കുന്ന സാധനങ്ങൾ. പക്ഷേ അടുത്തൊരു വീഡിയോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വെക്കുന്നുണ്ട്, അതിനകത്ത് ശ്രീ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് ഇവരെന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്, ഇവർക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്. ആ ചേച്ചി പറയുന്ന പോയിന്റ് ഉണ്ട്, 4 പേരെ ഞാൻ ചേർത്തു, അവർ വഴി 4 പേര് വന്നു, പക്ഷെ എന്നിട്ടും എനിക്ക് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള വ്യക്തമായ മറുപടി ബോബി ചെമ്മണ്ണൂർ വിത്ത് പ്രൂഫ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ആ വീഡിയോ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവര് ജോയിൻ ചെയ്തു, ഇവർക്ക് ഏകദേശം 3000 രൂപയ്ക്ക് മേളിൽ വരുമാനം 2 പ്രാവശ്യമായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാ സാറേ 4 പേരെ ചേർക്കുമ്പോൾ 3000 രൂപ കിട്ടുള്ളൂ എന്നൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ബൈനറി പ്ലാൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് നമ്മുടെ 2 സൈഡിലും ഇതുപോലെ ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ, സാധനങ്ങൾ വാങ്ങി ജോയിൻ ചെയ്യുമ്പോഴാണ് മേളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരുമാനം കിട്ടുന്നത്. ഞാൻ ഒരിക്കലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എല്ലാ കമ്പനികളും ജെന്യൂൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ബോബി ചെമ്മണ്ണൂർ വന്ന് വ്യക്തമായിട്ട് കാര്യങ്ങൾ തെളിവ് സഹിതം കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അല്ലാണ്ട് ഈ ഒരു ചേച്ചി പറഞ്ഞു അതെല്ലാം സത്യമാണെന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം കള്ളമാണെന്നും ഞാൻ പറയുന്നില്ല. അവരുടെ അറിവില്ലായ്മ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അവരറിവില്ലാത്തത് കൊണ്ട് അവർക്ക് കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇനി അവരെ ചേർക്കാൻ അല്ലെങ്കിൽ അവരെ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കാൻ വന്ന വ്യക്തികൾ അവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അറിവുള്ള ആരും ആയിരിക്കില്ല അവരുടെ അടുത്ത് വന്നത്. കാരണം ഇതിൽ ജോയിൻ ചെയ്യുന്നവരുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും 2 പേരെ ചേർക്കുക. ആ 2 പേരെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട, ആ 2 പേരങ്ങ് ചെയ്തുകൊള്ളും. ഇതാണ് പലരുടെയും മനസ്സിൽ ചിന്ത എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളും പണിയെടുക്കണം, കൂടെയുള്ളവരെയും പണിയെടുപ്പിക്കണം. അതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ചേച്ചിയുടെ കാര്യം ഇതാണ്. ഇനി ഇതിന് ശ്രീ ബോബി ചെമ്മണ്ണൂർ ഒരു മറുപടി വീഡിയോ 2 വീഡിയോ അദ്ദേഹം ചെയ്തു. അതിൽ ലാസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ വെക്കുന്നത്, വിത്ത് പ്രൂഫ് കാണിക്കുന്ന ഒരു വീഡിയോ. അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഈ മുട്ടയുടെ മുകളിൽ കയറിയിരുന്ന കുട്ടി ഉണ്ടാവോ, കള്ളി വെളിച്ചത്തായി ഫിജി കാർഡിലൂടെ ബിസിനസ് ചെയ്താൽ കോടീശ്വരനാണ്. അതിനു മുമ്പ് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. അപ്പൊ നമ്മൾ 4 പേര് കൂടെ ചേർന്ന്, പിന്നെ അല്ലാതെ ഞാൻ വെളിപ്പെട്ട 4 പേരെ കൂടെ ചേർത്ത്, അപ്പൊ തന്നെ 8 പേരായി. എന്നിട്ട് ഒരു ടീം വന്നില്ല. നമ്മളെ കൊണ്ട് ഒരു വഴിയില്ല, നമ്മൾ അത്ര കിടന്ന് കഷ്ടപ്പെട്ട് വലയാണ്. എന്തുകൊണ്ടാണ് ഈ സഹോദരി ഫിജി കാർഡിൽ നിന്ന് എനിക്ക് ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു? പക്ഷെ ഇതാ നോക്കൂ, ബോച്ചയല്ല സംസാരിക്കുന്നത്, രേഖകളാണ് സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത്. ഈ കരയണ ചേച്ചിയുടെ പേരാണ് പ്രേമ ജി. ഇവരുടെ കോഡ് നമ്പറാണ് ഫിജി കാർഡിലുള്ളത് IQ 570756. ഇൻവോയ്സ് ആണ്. ഇനി ഇവർക്ക് ലഭിച്ച പൈസയാണ്, ഒരു അക്കൗണ്ടിൽ വന്ന പൈസ സ്റ്റേറ്റ്മെന്റ് ആണ് IQ 570756. ഓക്കെ, ഒരു മാസം ആവുമ്പോഴേക്കും 1804 രൂപ 56 പൈസ, അങ്ങനെ 2 പ്രാവശ്യമായിട്ട് 3799.32 പൈസയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ഇവരൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ രേഖകൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, ഫിജി കാർഡിൽ വന്ന സിസ്റ്റത്തിലുണ്ട്. പക്ഷേ ഞാൻ ഈ സഹോദരിയെ കുറിച്ച് ഒരു കുറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇവരെന്ന് മാത്രമല്ല കഴിയാവുന്നതും ആരെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറില്ല. അതിൽ സന്തോഷം കാണാറുമില്ല.
എന്തായാലും ചേച്ചിയെ ഞാൻ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പോവാ. എന്റെ അപ്പൊ ചേച്ചി പറഞ്ഞ ആദ്യത്തെ കളവ് അവിടെ പൊളിയാണ്. ചേച്ചി ജോയിൻ ചെയ്ത് കുറെ കാലമായി ഇതുവരെയും കാശൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആദ്യത്തെ കള്ളം അവിടെ പൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചേച്ചിയുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ബിസിനസ്സിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്തത്. ചേച്ചി ജോയിൻ ചെയ്യിച്ച, ചേച്ചി ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് 8 പേരെന്ന് പറഞ്ഞു. അതിൽ ചിലപ്പോൾ ഒരു സൈഡിലായിരിക്കാം കൂടുതൽ ആൾക്കാർ, ഒരു സൈഡിൽ കുറച്ച് പേരായിരിക്കാം. അപ്പോൾ അതിന്റെ ഇൻകം ഇപ്പോ ഇദ്ദേഹം കാണിച്ചതുപോലെ 3000 സംതിങ് ചേച്ചിക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ എന്ത് അർത്ഥത്തിലാണ് ചേച്ചി ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോ അത് ചേച്ചിയുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത മറ്റാരുടെയെങ്കിലും ഒക്കെ ആയിരിക്കാം, നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ ഇവിടെ കാശ് കിട്ടിയതായിട്ട്, കാശ് പോയതായിട്ട് രേഖകളിൽ കാണുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ ശ്രീ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്, കുറെ അധികം ഇൻഫ്ലുവൻസേഴ്സ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കമ്പനി ഫിജി കാർട്ടിനെയും ബോബി ചെമ്മണ്ണൂരിനെയും വളരെയധികം വിമർശിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ രണ്ട് വശവും അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. ഒരു ചേച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു, അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാനും അതിനോട് യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ആ ചേച്ചി സംസാരിച്ചു, അതിന് വ്യക്തമായ തെളിവുകൾ വെച്ചിട്ടാണ് ഇദ്ദേഹം ഇവിടെ മറുപടികൾ പറയുന്നത്. എന്നിട്ടും ആ ചേച്ചിനെ ഒരു രീതിയിലും അദ്ദേഹം അധിക്ഷേപിച്ചോ ആക്ഷേപിച്ചോ ഒന്നും പറയുന്നില്ല, പകരം സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. എനിക്കും പറയാനുള്ളത്, നമ്മളൊരാളെ കുറിച്ച് വിമർശിക്കുമ്പോൾ അതിന്റെ രണ്ട് വശവും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ മറു സൈഡ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ ആ ചേച്ചിക്ക് എന്തുകൊണ്ട് വരുമാനം കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കൂടുതൽ വരുമാനം കിട്ടിയില്ല എന്ന് ആരും അന്വേഷിക്കാൻ പോയിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ആ ചേച്ചി കുറച്ച് നാള് പ്രവർത്തിച്ചു, ആദ്യത്തെ കുറച്ചുപേരെ ഇതിലേക്ക് പരിചയപ്പെടുത്തി, അതിൽ കുറച്ചുപേര് ജോയിൻ ചെയ്തു, പിന്നെ അവരങ്ങ് പണിയെടുത്തോളും എന്ന് വിചാരിച്ച് ചേച്ചി മിണ്ടാതിരുന്നു. അതിന്റെ പേരിൽ അവരും പണിയെടുത്തില്ല, അവർക്കും കിട്ടിയില്ല. ചേച്ചിയും പണിയെടുക്കാത്തതുകൊണ്ട് ചേച്ചിക്കും കിട്ടിയില്ല. എവിടെയും പണിയെടുത്താൽ മാത്രമേ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇന്ന് പോയി ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, നാളെ നിങ്ങൾക്ക് വരുമാനം ഇങ്ങ് വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പണിയെടുത്താൽ കാശുണ്ടാക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഫിജി കാർട്ട് ഒരു നല്ല കമ്പനിയാണോ മോശം കമ്പനിയാണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ വസ്തുതകൾ ഉണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫിജി കാർട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇനി ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരുപാട് ആളുകൾ ചിലപ്പോ ഫിജി കാർട്ടിൽ ജോയിൻ ചെയ്ത് കാശ് കിട്ടാതിരിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ ഒരുപാട് പേര് കാശ് കിട്ടിയവരുണ്ടാവും. നിങ്ങൾക്ക് കാശ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കാശ് ഉണ്ടാക്കിയ ആൾക്കാർ എന്തൊക്കെയാണോ ചെയ്തത് അതങ്ങ് ചെയ്യുക. കാശുണ്ടാക്കാനാണെങ്കിൽ. ഇനി അതല്ല എനിക്ക് പണിയെടുക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ നാളെ ഈ ചേച്ചി പറഞ്ഞ പോലെ നിങ്ങൾക്കും ഈ കമ്പനി എന്നല്ല ഇതുപോലുള്ള ഏത് കമ്പനിയാണെങ്കിലും കുറ്റം പറഞ്ഞിരിക്കാം. ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം.